ആഗ്രഹിച്ച് കിട്ടിയ ജോലിയും ഒത്തിരി സ്വപ്നങ്ങളുമായി കോട്ടയത്തെ ചെമ്പിലാവുന്ന ഗ്രാമത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയതാണ് രാഹുൽ. എന്നാൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ വാങ്ങിയ ഷവർമ രാഹുലിന്റെ ജീവനെടുത്തു. മരണത്തിന് കാരണക്കാരായ കൊച്ചിയിലെ ലേഹയാത്ത് ഹോട്ടൽ പ്രശ്നമൊന്ന് തണുത്തപ്പോൾ വീണ്ടും തുറന്നു. ഹോട്ടൽ ഉടമകളാകട്ടെ ഇപ്പോഴും പുറത്തു തന്നെയുണ്ട്. നഷ്ടം ഈ കുടുംബത്തിന് മാത്രം. ഹോട്ടൽ ഉടമകൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജനുവരി 8 വരെ മുൻകൂർ ജാമ്യം കിട്ടി. പക്ഷേ അതിനുശേഷം 1 മാസമായിട്ടും പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തു, 8 വരെ അറസ്റ്റ് ചെയ്തെന്ന്. അത് കഴിഞ്ഞ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പണക്കുഴപ്പം കൊണ്ടായിരിക്കാം. കൂടെ കാണുമെന്ന് പറഞ്ഞ പലരെയും പിന്നീട് ഈ പരിസരത്ത് പോലും കണ്ടില്ല. കേസിൽ ഉന്നത ഇടപെടൽ നടന്നതായും കുടുംബത്തിന്റെ ആരോപണം. ഇതെല്ലാം പ്രഹസനം മാത്രമേ ഉള്ളൂ. ആരോപിൽ ഉദ്യോഗസ്ഥർ വന്നായിരുന്നു, മൊഴിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് തുക്കക്കരയെന്ന്. ഉദ്യോഗസ്ഥനൊന്നും ആരുമല്ല, ഭരണത്തിൻ്റെ മുമ്പിൽ ഇവർ ആരുമല്ല. ഒന്നും ചലിക്കാൻ പറ്റിയല്ല. ഞാനൊരു കേസ് വിട്ടു ഉദ്യോഗസ്ഥനാണ്. എൻ്റെ മേധാവി പോകുന്ന എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ, അറിയാമോ? കേട്ടോണം. അതുപോലെ അവരും അവിടെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ പറയുന്നവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ ഫയൽ നീക്കണ്ട, ആ ഫയൽ അവിടെ വെച്ചാൽ മതി. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 14 പേരാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി വിവിധ ആശുപത്രികളിൽ അന്ന് ചികിത്സ തേടിയത്. ഇതിൽ 6 പേർ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. തൻ്റെ മകന് ഒരുപാട് തവണ ഭക്ഷണം വാരിക്കൊടുത്ത ഒരു പിതാവാണിത്. ചോദിക്കുന്നത് നീതിയാണ്. കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.